എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയുടെ പോരാട്ടവീര്യത്തിനു മുന്നിൽ ബംഗ്ലാദേശ് മുട്ടുമടക്കിയിരിക്കുന്നു. ആവേശകരമായ ഒരു മത്സരത്തിനൊടുവിൽ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ വിജയത്തിന്റെ പടവുകൾ കയറിയപ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പാണ് ഉയർന്നത്. വളരെ നിർണായകമായ ഒരു മത്സരമായിരുന്നു ഇത്. കാരണം ഈ വിജയം വെറുമൊരു ജയമല്ല, ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകളെയാണ് ഇപ്പോൾ വാനോളം ഉയർത്തിയിരിക്കുന്നത്. ലോകകപ്പിലെ ഓരോ മത്സരവും ഓരോ ഫൈനൽ പോരാട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ കാണിച്ച മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഷെഫാലി വർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗും രാധാ യാദവിന്റെയും ശ്രീചരണിയുടെയും വിക്കറ്റ് വേട്ടയും എല്ലാം കൂടി ചേർന്നപ്പോൾ ബംഗ്ലാദേശ് പതറിപ്പോയി എന്ന് തന്നെ പറയണം. 137 റൺസ് എന്ന ചെറിയ ലക്ഷ്യമായിരുന്നു ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ചതെങ്കിലും അത് പിന്തുടരുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ കാണിച്ച സംയമനവും ആക്രമണോത്സുകതയും ആരെയും അമ്പരിപ്പിക്കും. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസാണ് ബോർഡിലെത്തിച്ചത്. ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് നിരയെ വളരെ കൃത്യമായി തന്നെ ഇന്ത്യൻ ബൌളർമാർ വരിഞ്ഞുമുറുക്കിയിരുന്നു. ബംഗ്ലാദേശിനു വേണ്ടി ജുവൈരിയ ഫെർദൌസും ശോഭന മോസ്തരിയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ പടുത്തുയർത്തിയ 42 പന്തിൽ 51 റൺസിന്റെ കൂട്ടുകെട്ടാണ് അവർക്ക് ഭേദപ്പെട്ടൊരു സ്കോറിലേക്ക് എത്താൻ സഹായകമായത്. 31 പന്തിൽ 33 റൺസെടുത്ത ജുവൈരിയ ഫെർദൌസാണ് ബംഗ്ലാ നിരയിലെ ടോപ്പ് സ്കോറർ. ശോഭന 22 റൺസുമായി പിന്തുണ നൽകി. മധ്യനിരയിൽ നിഗർ സുൽത്താന 32 റൺസും ഷൊർണ അക്തർ 13 റൺസും ഷർമിൻ അക്തർ 10 റൺസും എടുത്ത് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ഇന്ത്യൻ ബൌളർമാർ ബംഗ്ലാ ബാറ്റർമാർക്ക് ഒട്ടും അവസരം നൽകിയില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി അവർ കളിയിൽ ആധിപത്യം പുലർത്തി. ഇന്ത്യയ്ക്ക് വേണ്ടി രാധാ യാദവ് 3 വിക്കറ്റുകൾ വീഴ്ത്തി ബംഗ്ലാദേശ് ബാറ്റിംഗ് തകർത്തപ്പോൾ ശ്രീചരണി കൃത്യമായി 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. കൂടാതെ രേണുക സിംഗും മീഡിയം പേസർ നന്ദനി ശർമ്മയും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി ബൌളിംഗ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചു. ഓരോ വിക്കറ്റ് വീഴുമ്പോഴും സ്റ്റേഡിയത്തിൽ ഉയർന്ന ആവേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അത്രത്തോളം തീവ്രമായിരുന്നു ഇന്ത്യൻ ബൌളർമാരുടെ പ്രകടനം. ഇനി ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതൊരു അസാമാന്യ പ്രകടനമായിരുന്നു എന്ന് തന്നെ പറയണം. 137 റൺസ് എന്ന വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യ അനായാസമാണ് ലക്ഷ്യത്തിലേക്കെത്തിയത്. 19 പന്തുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 139 റൺസെടുത്ത് വിജയം കരസ്ഥമാക്കി. ഓപ്പണിംഗ് ബാറ്റർ ഷെഫാലി വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് ഈ വിജയം അനായാസമാക്കിയത്. 34 പന്തിൽ ഒരു 6ഉം 8 4ഉം ഉൾപ്പെടെ 53 റൺസാണ് ഷെഫാലി വർമ്മ അടിച്ചുകൂട്ടിയത്. ഓരോ ഷോട്ടിലും ക്ലാസും പവറും ഒത്തിണങ്ങിയ പ്രകടനമായിരുന്നു ഷെഫാലിയുടേത്. ഷെഫാലി വർമ്മയും യാസ്തിക ഭാട്ടിയും ചേർന്നുള്ള രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. ഇവർ 34 പന്തിൽ 45 റൺസാണ് സ്കോർ ബോർഡിൽ ചേർത്തത്. യാസ്തിക ഭാട്ടി 18 പന്തിൽ 23 റൺസെടുത്ത് മികച്ച പിന്തുണ നൽകി. എന്നാൽ സ്മൃതി മന്ദന 8 റൺസിനും റിച്ച ഘോഷ് 10 റൺസിനും ജമീമ റോഡ്രിഗസ് 26 റൺസിനും പുറത്തായപ്പോൾ ചെറിയൊരു ആശങ്ക ഇന്ത്യയുടെ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 13 റൺസെടുത്ത് പുറത്താകാതെ നിന്ന് കളി അവസാനം വരെ കൊണ്ടുപോയി. ദീപ്തി ശർമ്മ ഒരു റണ്ണെടുത്ത് ഹർമൻപ്രീതിന് ഉറച്ച പിന്തുണ നൽകി. വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ വിജയം കൈവിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി പോയിന്റ് പട്ടികയിലേക്കൊന്ന് നോക്കിയാൽ സ്ഥിതിഗതികൾ വളരെ വ്യക്തമാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 3 ജയവും 1 തോൽവിയുമായി 6 പോയിന്റോടെ ഇന്ത്യ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ്. 4 മത്സരങ്ങളിൽ 4ഉം ജയിച്ച് ഓസ്ട്രേലിയയാണ് പട്ടികയിൽ 1ാമത്. ഇനി വരാനിരിക്കുന്നത് ഏറ്റവും നിർണായകമായ മത്സരമാണ്. ജൂൺ 28-ന് ഓസ്ട്രേലിയക്കെതിരെയാണ് ഗ്രൂപ്പിലെ ഇന്ത്യയുടെ അവസാനത്തെ മത്സരം. ഈ മത്സരം ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമി ഫൈനലിൽ വളരെ അനായാസം കടക്കാം. ഇനി അഥവാ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടാലും പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. അടുത്ത മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയും ബംഗ്ലാദേശും പരാജയപ്പെട്ടാൽ മികച്ച റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയ്ക്ക് സെമിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ആരാധകരുടെ വലിയ സ്വപ്നമായ ലോകകപ്പ് ഫൈനൽ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയ്ക്ക് ഒരു പടി കൂടി അടുക്കാം. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് കണ്ടുതന്നെ അറിയണം. എന്തായാലും കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ആവേശം ഒട്ടും ചോരാതെ നമുക്ക് വീണ്ടും കാണാം. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.